എൻ്റെ വായനയിലേക്ക് സ്വാഗതം. സാറ ജോസഫിൻ്റെ കഥ ഒരു നിമിഷം. പക്ഷേ ഇഷ്ടമില്ലാത്തതാണ് കേട്ടത്. നിൻ്റെ ഒരു നിമിഷം ഓമനെ, ഒരു നിമിഷം മാത്രം എനിക്ക് സ്വന്തമായി തരൂ. ആ നിമിഷത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിൽ, ഞാൻ നിന്നെ എൻ്റെ എല്ലാമാക്കട്ടെ. അയാൾ പിറുപിറുത്തു. അവൾ കാറിൻ്റെ കണ്ണാടിച്ചില്ലിനുള്ളിൽ കൂടി പുറത്തേക്ക് നോക്കിയിരുന്നു. ഇന്ന് അയാളത് പറയുമെന്ന് അവൾക്കറിയാമായിരുന്നു. 2-3 ദിവസമായി അതിന് അയാൾ ഒരുങ്ങിത്തുടങ്ങിയിട്ട്. അയാൾ പിറുപിറുക്കുന്നത് കേട്ടിട്ടും അവൾ കടലിൽ നോക്കി നിശ്ചലയായിരുന്നു. കടൽക്കാറ്റ് അവളുടെ പാറിയ മുടിയിഴകൾ ഒന്നിച്ചു വാരിക്കൂട്ടി മുഖത്തേക്കെറിയുന്നു. അവളുടെ അവഗണന അയാളെ ക്ഷതപ്പെടുത്തിയിരിക്കണം. നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. അവൾ കണ്ണുകൾ പിൻവലിച്ച് അയാളെ നോക്കി. പിന്നെ ഒട്ടും അടക്കമില്ലാതെ വാക്കുകൾ കുതിച്ചു ചാടി. അവൾ സ്വയം കുറ്റപ്പെടുത്തുകയോ നിലവിളിക്കുകയോ ആയിരുന്നു. ഇല്ല ഇല്ല ഇല്ല, എൻ്റെ ഒരു നിമിഷം, ആദ്യത്തെ ഒരു നിമിഷം, ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നിമിഷങ്ങൾ. ആ നിമിഷങ്ങൾ നിങ്ങൾ രുചിയോടെ നുണയും. 10ാമത്തെ 11ാമത്തെ നിമിഷത്തിൽ നിങ്ങൾക്ക് ഞാൻ ആരാണ്? 1000-1. ഇല്ല, വേണ്ട. ഇപ്പോൾ അയാൾ അത്ഭുതപ്പെടുക തന്നെ ചെയ്തു. അയാൾ അവളെ നോക്കി. നീ എന്ത് ക്രൂരയാണ്! സത്യം, ഈ ക്രൂരതയിൽ എനിക്കല്പം ആനന്ദം കിട്ടുന്നുണ്ട്. അവൾ കണ്ണുകൾ റോഡിലേക്ക് തിരിച്ചു. ചിനാർ മരങ്ങളുടെ നിഴലുകൾ കെട്ടിപ്പുണരുന്ന ബീച്ച് റോഡ്. അയാൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി കാർ നിർത്തി. പിന്നെ തൻ്റെ കൈകൾ അവളുടെ നേരെ നീട്ടി, തൻ്റെ മുഖം അവളുടെ പിൻകഴുത്തിൽ ഒളിപ്പിക്കാൻ കൊതിച്ചുകൊണ്ട്. അവൾ അയാളുടെ കൈകൾ തട്ടിയെറിഞ്ഞു. അരുത് ഉമ, പ്ലീസ്, ഞാൻ എന്ത് ചെയ്തു? അവൾ ഡോർ വലിച്ചു തുറന്നു. പിന്നെ തുടുത്ത മുഖത്തോടെ അരികിലേക്ക് ഇറങ്ങി നിന്നു. അയാൾ വിളറിപ്പോയി. നിമിഷങ്ങൾ കുറേ കടന്നുപോയിട്ടും അവളോ അയാളോ അനങ്ങിയില്ല. അവൾ പടിഞ്ഞാറെ ചക്രവാളത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അസ്തമനമായിരുന്നു. പ്രകൃതി സുന്ദരിയായിരുന്നു. അയാൾ കാറിൽ നിന്നിറങ്ങി അവളുടെ അടുത്ത് ചെന്നു. അവൾ വല്ലാതെ കിതച്ചു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അയാൾ അമ്പരന്നുപോയി. ഉമാ, നിങ്ങൾ അവൾ അയാളുടെ നേരെ വിരൽ ചൂണ്ടി പൊട്ടിക്കരഞ്ഞു. അവ്യക്തമായി അവളിൽ നിന്നും തെറിച്ചു വീഴുന്ന അക്ഷരങ്ങൾ പെറുക്കിയെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് അയാൾ നിന്നു. അവൾ പറഞ്ഞത് ഏതാണ്ട് ഇങ്ങനെയായിരുന്നു. നിങ്ങളെങ്കിലും എനിക്കിത്തിരി ആശ്വാസം തരുമെന്നാണ് കരുതിയത്. കഷ്ടം. ഇല്ല ഉമ, ഞാനൊന്നും പറഞ്ഞില്ല. വരൂ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടിയല്ലേ, വരൂ. അയാൾ അവളുടെ കൈക്ക് പിടിച്ചു. കാറിൻ്റെ ഡോർ അടഞ്ഞു. അയാൾ ദീർഘമായി വീർപ്പിട്ടു. മങ്ങിയ വെളിച്ചം തുളച്ചു കയറിക്കൊണ്ട് കാർ പാഞ്ഞുപോയി. അവൾ പെട്ടെന്ന് അയാളുടെ തോളിൽ തല ചായ്ച്ചു. അയാൾക്ക് വിശ്വസിക്കാനായില്ല. എങ്കിലും അയാൾ അനങ്ങിയില്ല. ഇവൾ പ്രത്യേക തരക്കാരിയായ ഈ ഉമ്മ, ഇവളുടെ മനസ്സിൻ്റെ പ്രത്യേകത. അരുത്, ഇവളെ അസഹ്യപ്പെടുത്തരുത്. ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല കമൽ, അവൾ പതുക്കെ പറഞ്ഞു. അയാൾ നിന്നും ഒരു കൈയെടുത്ത് അവളുടെ പുറത്ത് വെച്ചു. സാരമില്ല കേട്ടോ, നീ വല്ലാതെ മനസ്സ് കലക്കിയിരിക്കുന്നു. നിങ്ങളും മറ്റുള്ളവരെ പോലെ തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. എന്നെക്കൊണ്ട് വയ്യ. ഇല്ല ഉമ, മാപ്പ്. അയാൾക്കറിയാം ഇവൾ വല്ലാത്തൊരു അവബോധത്തിൻ്റെ അടിമയാണ്. പുരുഷനെ കാണുന്ന ഇവളുടെ കണ്ണാടി മനഃശാസ്ത്ര വിദഗ്ധന്മാർ തന്നെ പരിശോധിച്ചു നോക്കേണ്ടി വരും. അവൾ നെടുവേർപ്പിട്ടു. ഇവൾ എന്തിഷ്ടപ്പെടുന്നു എന്തിഷ്ടപ്പെടുന്നില്ല എന്ന് ആർക്കറിയാം? തണുത്ത കാറ്റ് ചെവിക്കരികിലൂടെ ചൂളം വിളിച്ചു പുറകോട്ട് പാഞ്ഞുപോയി. അയാൾ സ്വസ്ഥമായിരിക്കാൻ മനസ്സിനെ ശാസിച്ചിട്ട് പതുക്കെ കാറോടിച്ചു. ഇടത്തെ കൈത്തലം കൊണ്ട് ഉമയുടെ പുറത്ത് മെല്ലെ തട്ടിക്കൊണ്ട് അയാൾ ഒരു ഹിന്ദി പാട്ടിൻ്റെ ഈരടികൾ മൂളി. ആ നിമിഷത്തിൽ അങ്ങനെ ലോകത്തിൻ്റെ അറ്റം വരെ യാത്ര ചെയ്യാൻ താൻ ഇഷ്ടപ്പെടുന്നുവെന്ന് ഉമയ്ക്ക് തോന്നി. ഒന്നും തന്നെ പ്രകോപിപ്പിക്കാനില്ല. ബിസിനസ്സിൻ്റെയും ഫോൺ കോളുകളുടെയും ഇടയിൽ നട്ടം തിരിയുന്ന ഭർത്താവോ, രക്താർബുദം പിടിച്ചു മരണത്തോട് മല്ലടിക്കുന്ന 8 വയസ്സുകാരിയായ മകളോ ഉമയെ അലട്ടുന്നില്ല. ഇവിടെ ഉമ മാത്രം. ഉമയ്ക്ക് ചുറ്റും യാഡ്ലി പൗഡറിൻ്റെ മണം. ഉമയുടെ ചെവിയിൽ വേദനയുടെ സംഗീതം. ഉമയുടെ പുറത്ത് സംരക്ഷണത്തിൻ്റെ പുതിയ കവചം. കണ്ണുകൾ കൂമ്പിയടഞ്ഞു. ഈ ഒരു നിമിഷം മാത്രം ഞാനൊന്ന് ആശ്വസിച്ചോട്ടെ. ഈ നിമിഷം തനിക്കു വേണ്ടി അനുവദിച്ചു തന്ന
ഭർത്താവിനെ ഉമ ഓർത്തു. വല്ലപ്പോഴും നാടകീയമായി തന്നെ ആലിംഗനം ചെയ്യാനെടുക്കുമ്പോഴേക്കും ഫോൺ കാൾ കേട്ട് അനുവാദത്തിനായി തന്നെ നോക്കുന്ന നിസ്സഹായനായ ആ തിരക്കുള്ള മനുഷ്യനെ ഉമ ഓർത്തു. ഉമയെ ഒരിക്കലും തനിക്ക് മനസ്സിലാക്കാനാവില്ലെന്ന്, ഒരിക്കലെങ്കിലും അവളുടെ അസാധാരണ മനസ്സിൻ്റെ ചലനങ്ങൾ താൻ അറിയില്ലെന്ന് ബിസിനസ്സുകാരൻ മനസ്സിലാക്കിയിരുന്നു. തൻ്റെയും അർബുദം പിടിച്ച മകളുടെയും ഇടയിൽപ്പെട്ട് ശ്വാസം മുട്ടുന്ന ഉമയെ രക്ഷിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ സാന്ത്വനങ്ങളെക്കാൾ അസ്വസ്ഥയായിരുന്നു ഉമ. ഉമ, നീ കമലിനോടൊപ്പമെങ്കിലും ഒന്ന് ചുറ്റിയിട്ട് വരൂ, അല്ലെങ്കിൽ നീ ഹൃദയം പൊട്ടി മരിച്ചു പോകും. ആദ്യമായി പാറിപ്പറന്ന മുടിയോടെ ഉലഞ്ഞ വസ്ത്രങ്ങളോടെ കമലിൻ്റെ തൊട്ടരികിലിരുന്ന് ശൂന്യമായ പാതയിലേക്ക് തുറിച്ചു നോക്കുന്ന ഭാര്യയെ അയാൾ തൻ്റെ ഓഫീസ് റൂമിൻ്റെ ചില്ലുജാലകങ്ങൾക്കിടയിലൂടെ കണ്ണിമയ്ക്കാതെ നോക്കി. പിന്നെയാണ് ഈ നിമിഷം തനിക്ക് കിട്ടിയത്, ഉമ ഓർത്തു. കാർ സാവധാനം ഗേറ്റ് കടന്ന് പോർച്ചിൽ വന്നിരുന്നു. കമലിന് ഗുഡ് ബൈ പറഞ്ഞ് തിരികെ വരുമ്പോൾ ഉമ പതിവിലേറെ സന്തുഷ്ടയായിരുന്നു. ഭർത്താവ് അതിശയിച്ചു. തൻ്റെ കൈകൾക്കുള്ളിൽ ഒരു കുഞ്ഞിനെ പോലെ ഒതുങ്ങി നിന്ന് പൊട്ടിച്ചിരിക്കുന്ന ഉമയുടെ മുഖം കണ്ട് അയാൾ വീണ്ടും വീണ്ടും അത്ഭുതപ്പെട്ടു. പിന്നെ അയാളുടെ ചുണ്ടുകൾ ഉമയുടെ ചുണ്ടുകൾക്കു നേരെ താഴുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ നിന്നും മകളുടെ ഞരക്കം കേട്ട് അവൾ ഞെട്ടി. അയാളുടെ കൈകൾ തട്ടി മാറ്റി മകളുടെ മുറിയിലെത്തിയപ്പോൾ ഉമ കിതയ്ക്കുന്നുണ്ടായിരുന്നു. മകൾ രക്തം വാർന്ന് വിളറിത്തൂങ്ങിയ കവിളുകളോടെ അമ്മയെ നോക്കി ചിരിച്ചു. മകളുടെ ചെറിയ ഈസി ചെയറിന് ചുറ്റും കളിപ്പാട്ടങ്ങളും ചിത്രപുസ്തകങ്ങളും ചിതറിക്കിടന്നു. അമ്മ, എനിക്ക് തോട്ടത്തിൽ പോയിരിക്കണം. ഉമ പതുക്കെ മകളെ വാരിയെടുത്തു. വിളർത്ത കവിളിൽ മൃദുവായി ചുംബിക്കുമ്പോൾ ഇതുവരെ താൻ നേടിയ ആശ്വാസം എത്ര പൊള്ളയായിരുന്നു എന്നവൾ ഓർത്തു.